ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ചാർലി കിർക്ക്, അമേരിക്കൻ പ്രഭാഷകൻ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10 ഒരു പ്രൊഫഷണൽ ഷൂട്ടറുടെ വെടിയുണ്ടയാൽ രക്തസാക്ഷി മരണം പ്രാപിച്ചു. ഈ സംഭവം ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് അഗാധ ദുഃഖം ഉണ്ടാക്കിയെങ്കിലും വോക്കിസ്റ്റുകൾക്കും അവരെ പിന്തുണയ്ക്കുന്ന തീവ്രമത രാഷ്ട്രീയ ശക്തികൾക്കും ആഹ്ലാദം രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഒരുക്കിയെന്ന് സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ സൂചിപ്പിക്കുന്നു. ഒരു പ്രമുഖ ചാനൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അനുയായിയായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു എന്നാണ് ഈ സംഭവത്തെ അവതരിപ്പിച്ചത് മലയാളത്തിൽ. ചുരുക്കി പറഞ്ഞാൽ, ആരാണ് കിർക്ക് എന്നതിനെപ്പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ തീവ്ര മതരാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ പെട്ടിരിക്കുന്നതിനാൽ സത്യം പറയാൻ അവർ മടിക്കുന്നു. എന്തായിരുന്നു ചാർലി കിർക്കിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാകണമെങ്കിൽ അമേരിക്കയും പാശ്ചാത്യ ലോകവും ഒരു പരിധിവരെ നമ്മുടെ രാജ്യവും ഇന്ന് കടന്നു പോകുന്ന വിശ്വാസ സാംസ്കാരിക പ്രതിസന്ധിയെപ്പറ്റി മനസ്സിലാക്കണം. അതിന് സഹായമാകുന്ന പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ 3 വാക്യങ്ങൾ ഉദ്ധരിക്കാം. ഒന്നാമത്തേത് മഹത്വമുള്ളവനായ യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യമാണ്. ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന പുതിയ നിയമത്തിലെ ഭാഗങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യവും തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളും. അവ ഇപ്രകാരമാണ്: യെശയ്യാവ് 5:20, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. റോമർ 1:25, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. 2 തെസലോനിക്കർ 2:11-12, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇന്ന് അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ വളർന്നു വന്നിരിക്കുന്ന വോക്കിസം എന്നറിയപ്പെടുന്ന അരാജകത്വത്തിൻ്റെ അപകടങ്ങൾ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണോ ഈ വാക്യങ്ങൾ ഒരു പ്രവചനം പോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നും. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ മറിച്ചു കളയുന്നതും വേദപുസ്തക മൂല്യങ്ങളെ പരിഹസിക്കുന്നതും സമൂഹത്തെ അരാജകത്വത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നതുമായ ചിന്താഗതികളും പ്രചാരണങ്ങളുമാണ് ആസൂത്രിതമായി നടന്നു വന്നിരുന്നത്. ചില ഉദാഹരണങ്ങൾ: ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ അതിന് വിപരീതമായി ഓരോരുത്തർക്കും സ്വയം തോന്നുന്നത് ഏതാണോ അതാണ് ആ വ്യക്തിയുടെ ജെൻഡർ എന്നാണ് ഇക്കൂട്ടരുടെ തത്വശാസ്ത്രവും പ്രചാരണവും. അതായത് 8 വയസ്സുള്ള ഒരു ആൺകുട്ടി താൻ പെൺകുട്ടിയാണെന്ന് സ്വയം വിചാരിക്കുന്നത് മൂലം ആ കുട്ടിയുടെ സ്വന്തം പിതാവ് അവനെന്ന് അഭിസംബോധന ചെയ്തതിന് വോക്കിസ്റ്റ് ആശയങ്ങളാൽ വികലമാക്കപ്പെട്ട ചിന്തയുടെ ഉടമയായ ആ കുട്ടിയുടെ മാതാവ് അവരുടെ ഭർത്താവായ ആ കുട്ടിയുടെ പിതാവിനെതിരെ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ, അതിൻ്റെ ഒരു ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് തങ്ങളുടെ നാണയത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രിസ്തീയ രാഷ്ട്രത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയിരുന്ന ഫലകങ്ങൾ പോലുള്ള ഏകദൈവ വിശ്വാസത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും ദ്യോതിപ്പിക്കുന്ന അടയാളങ്ങൾ സെക്യുലറിസത്തിൻ്റെ പേരിൽ തകർക്കപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ. സംഘടിതമായ ശ്രമത്തിൻ്റെ ഫലമായി യൂണിവേഴ്സിറ്റികളിലും മറ്റും ക്രിസ്തീയ വിശ്വാസകാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നതും ക്രിസ്തീയ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതും അവഹേളിക്കപ്പെടുന്ന അവസ്ഥ.
തങ്ങൾ തലമുറകളായി ഉപയോഗിച്ചു വന്നിരുന്ന തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളെ, അത്തരം വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനെ വിലക്കുന്ന ഇറക്കുമതി ചെയ്യപ്പെട്ട തീവ്ര മതവിഭാഗങ്ങളിൽപ്പെട്ട കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. കുടിയേറ്റക്കാർ അവരുടെ ഭീകരതയുടെ പേരിൽ സാധാരണ അമേരിക്കക്കാർ ഉപയോഗിച്ചു വന്നിരുന്ന ഭക്ഷണശീലങ്ങളെ വിലക്കുന്ന അവസ്ഥ. അമേരിക്കൻ യൂറോപ്യൻ ക്രൈസ്തവീയത ഈ നൂറ്റാണ്ടിൽ ആശയങ്ങൾ കൊണ്ട് സമ്മതിക്കുമ്പോൾ അതിനെ അക്രമം കൊണ്ടും ആയുധം കൊണ്ടും എതിർക്കുന്ന മതഭീകരതയുടെ വിളയാട്ടം. ഇതുപോലുള്ള അമേരിക്കയിലെ പാരമ്പര്യ ക്രിസ്ത്യാനികളും മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചു വന്നവരുമായ ആളുകൾ നേരിട്ട പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്തു എന്നതാണ് കിർക്കിനെ ജനപ്രിയനാക്കിയത്. അദ്ദേഹത്തിൻ്റേത് ക്രിസ്തീയതയിലൂന്നിയ ഒരു വിശ്വാസിയുടെ സ്വതന്ത്രമായ ചുവടുവയ്പ്പുകളായിരുന്നെങ്കിലും അതേ ആശയങ്ങൾ തന്നെ ഡൊണാൾഡ് ട്രംപും ഉയർത്തിക്കൊണ്ട് വന്നതിനാലായിരിക്കണം കിർക്കിനെ ട്രംപിൻ്റെ അനുയായി എന്ന് ചിലർ വിശേഷിപ്പിക്കുവാനിടയായത്. വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വസീയതയിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂന്നിയ കാര്യകാരണ സഹിതം സമ്മതിക്കുവാനുള്ള കഴിവും സമകാലീന വിഷയങ്ങളെ ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാം എന്ന നിശ്ചയവും ഉണ്ടായിരുന്ന കിർക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉത്തമ മാതൃകയായി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ താൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും വിരുദ്ധമല്ലാതെ ഒന്നു തന്നെ ആയിരുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹത്തിന് വൻ സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും സ്വഭാവ വൈകല്യങ്ങൾക്കും അടിമകളായി വോക്കിസ്റ്റുകളുടെ പ്രബോധനത്താൽ വഴിതെറ്റിപ്പോകാമായിരുന്ന അമേരിക്കൻ യുവത്വത്തെയും തദ്വാര തകർന്ന് തരിപ്പണമാകുവാൻ ഇടയുണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തെയും സംസ്കാരത്തെയും അതിൻ്റെ പൂർവ്വ മഹത്വത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ അദ്ദേഹം വഴികാട്ടിയെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷവും ജീവിത വിജയവും. ക്രിസ്തീയ ഗോളത്തിനുള്ളിൽ തന്നെ പഴയ നിയമത്തെ പൂർണ്ണമായി തള്ളി പുതിയ നിയമത്തിലെ സ്വാതന്ത്ര്യം മാത്രം പ്രസംഗിച്ചാൽ മതിയെന്ന ചിലരുടെ നൂതന ചിന്താഗതികളെ കിർക്ക് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ എതിർത്തിരുന്നു. ഒരു ഉദാഹരണമാണ് ശാബത്തിൻ്റെ ആചരണം. പഴയ നിയമ കൽപ്പന അനുസരിച്ച് ശനിയാഴ്ചയാണ് ശാബത്ത് എന്ന സ്വസ്ഥതയുടെ ദിവസം യഹൂദന്മാർ ആചരിച്ചത്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ആദിമസഭ അത് കർത്തൃദിവസം എന്ന രീതിയിൽ ഞായറാഴ്ചയായി വ്യത്യാസപ്പെടുത്തി. മനുഷ്യന് വിശ്രമം ആവശ്യമെന്നും അത് അവൻ്റെ അവകാശമെന്നും ലോകത്ത് ആദ്യമായി ഏതെങ്കിലും ഒരു ജനതയോ രാജ്യമോ അതിൻ്റെ നിയമാവലിയിലൂടെ അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത് മോശയിക ന്യായപ്രമാണത്തിൽ കൂടെയാണ്. ഇങ്ങനെയുള്ള ആ ദൈവീക കൽപ്പനയുടെ ആത്മാവ് ചോർന്നു പോകാതെയാണ് ക്രിസ്തീയ സഭയിൽ അപ്പസ്തലന്മാരുടെ കാലം മുതൽ യേശുവിൻ്റെ പുനരുത്ഥാന സന്തോഷത്തിൻ്റെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനമായ ഞായറാഴ്ച കർത്തൃദിവസമായി രൂപാന്തരപ്പെടുത്തിയത്. കിർക്കും കുടുംബവും ശാബത്തിനെ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ സ്വസ്ഥതയുടെ ദിനമായി ആചരിച്ചു വന്നു. ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് ക്രൈസ്തവികതയെ ആധുനിക കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ പ്രായോഗിക തലത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച നല്ല പോർ പൊരുതിയ ഒരു കർത്തൃദാസനായിരുന്നു ചാർലി കിർക്ക്. തൻ്റെ മഹത്വം ഉദിക്കുന്ന ദിനത്തിൽ കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തിന് മഹത്വത്തിൻ്റെ കിരീടവും തൻ്റെ വലത്തേതിനടുത്ത തിരഞ്ഞെടുപ്പ് നൽകുമാറാകട്ടെ. പിതാവും പുത്രനും ശുദ്ധമുള്ള ആത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും പരിപാലനയും നിങ്ങളെല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ.